സോണിയാഗാന്ധി കൊണ്ടുപോയ നെഹ്റുവിന്റെ 51 പെട്ടി കത്തുകൾ തിരികെ നൽകണമെന്ന് PM മെമ്മോറിയൽ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട സ്വകാര്യ കത്തുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. 2008 കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഈ കത്തുകൾ മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിരുന്നു. ഐൻസ്റ്റീൻ, ജയപ്രകാശ് നാരായണൻ, എഡ്വിന മൗണ്ട് ബാറ്റൻ, പത്മജ നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസിഫ് അലി, ബാബു ജഗ്ബീർ റാം തുടങ്ങിയവർക്ക് അയച്ച കത്തുകൾ അടങ്ങുന്ന 51 പെട്ടികളാണുള്ളത്. 2008 UPA അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം ഈ കത്തുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ നിന്ന് മാറ്റിയിരുന്നു. കത്തുകളോ അല്ലെങ്കിൽ അവയുടെ പകർപ്പുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപമോ നൽകാൻ സെപ്റ്റംബറിൽ മ്യൂസിയം സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. PMML സൊസൈറ്റിയുടെ അംഗങ്ങളിൽ ഒരാളായ ചിത്രകാരനും എഴുത്തുകാരനുമായ റിസ്വാൻ ഖദ്രിയാണ് കത്തുകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചത്. സെപ്റ്റംബർ 9 സോണിയാഗാന്ധിക്ക് കത്തെഴുതിയിരുന്നു. ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതിയെന്നും ഖദ്രി പറഞ്ഞു. മുമ്പ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ് PMML അറിയപ്പെട്ടിരുന്നത്. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകളടങ്ങിയ 51 പെട്ടികൾ PMML നിന്ന് സോണിയാഗാന്ധിയുടെ ഓഫീസ് തിരിച്ചെടുത്തതായി സെപ്റ്റംബറിൽ ഖദ്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉറപ്പാക്കാനാണ് പേപ്പറുകൾ തിരികെ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നെഹ്റുവിന്റെ കത്തിലെ ഉള്ളടക്കത്തിന് സെൻസറിംഗ് ആവശ്യമുണ്ടോ എന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ BJPയുടെ ദേശീയ വക്താവ് സംബിത് പത്രയും പാർട്ടിയുടെ IT സെൽ മേധാവി അമിത് മാളവിയും ചോദിച്ചു. അത്തരം സെൻസർഷിപ്പ് ആവശ്യമാണോ? നെഹ്റു എഡ്വിന മൗണ്ട് ബാറ്റന് എഴുതിയത് എന്താണ്? ഈ കത്തുകൾ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുമോ എന്നും അമിത് മാളവിയ ചോദിച്ചു. എന്നാൽ സ്വന്തം പരാജയങ്ങളിൽ നിന്നും നിലവിലെ വെല്ലുവിളികളിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദി നെഹ്റുവിനോട് അഭിനിവേശമുണ്ടെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്തായ 75 വർഷത്തെ യാത്ര എന്ന ചർച്ചയ്ക്കിടെ കോൺഗ്രസ് പാർട്ടിയെ മോദി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയെ വിമർശിച്ചത്. അധികാരത്തോടുള്ള അത്യാഗ്രഹത്തിൽ കോൺഗ്രസ് ഭരണഘടനയെ ആവർത്തിച്ച് വികൃതമാക്കുകയാണെന്ന് സെപ്റ്റംബർ 14 പ്രധാനമന്ത്രി മോദി ആരോപിച്ചിരുന്നു.